ഔട്ട് സ്പീക്ക്. അപ്പോ ഈ കൂടെ ഉള്ളത് RC ചെറിയാണ്. നമ്മളുടെ കൂടെ ഡോക്ടർ മനോജ് സാറ് ഉണ്ട്. അപ്പോൾ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് നമ്മളുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സെക്രട്ടറി ആയിരുന്നു കൊട്ടാരക്കര സർക്കിളിന്റെ. അതുപോലെ തന്നെ നവനീത മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഓഫീസറൊക്കെ കൂടിയാണ്. അപ്പൊ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആയുർവേദത്തിനെ കുറിച്ചും ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതേ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഈ ആയുർവേദ ദിനം 100-ലധികം രാജ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് കൂടുതലും അലോപ്പതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അലോപ്പതിയാണ്. അപ്പോൾ ഈ അലോപ്പതി ഇങ്ങനെ നിൽക്കുമ്പോൾ ആയുർവേദത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രസക്തി ഉണ്ടോ? മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് സാധ്യത വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ പുതുതലമുറ ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. പഴയ കാലത്തുള്ള ജനങ്ങൾ മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ പുതുതലമുറയെ നമ്മൾ ഇത് പഠിപ്പിച്ചെടുക്കണം, ആയുർവേദത്തിന്റെ സാധ്യതകൾ എന്താണ്. അപ്പോൾ നമുക്കിപ്പം അലോപ്പതിയിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ ചികിത്സിക്കാൻ കഴിയാത്ത പല അസുഖങ്ങളും നമുക്ക് ചികിത്സിച്ച് നന്നാക്കാൻ സാധിക്കുന്നു. വളരെ ഒരുപാട് സർജറി പറഞ്ഞ കേസുകളെല്ലാം ആയുർവേദത്തിലൂടെ നമുക്ക് ചികിത്സിച്ച് നന്നാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുതുതലമുറയെ ആയുർവേദം എന്താണെന്ന് പഠിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദം ഒരുപാട് സാധ്യതകൾ കയറിയാണ്. നമ്മുടെ കേരളം അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ മൊത്തത്തിലാണ് നമ്മൾ ആയുർവേദം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിന്റെ സാധ്യത വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫോറിൻ കൺട്രീസ് നമ്മളെ ആയുർവേദത്തിനെ നോക്കുവാണ്. ഇതിൽ ഇപ്പം ചൈന അക്യുപഞ്ചറിനെ എങ്ങനെ അവർ വിപുലീകരിച്ചെടുത്തു, അതേപോലെ നമ്മളെ ഇന്ത്യക്കാരെ ആയുർവേദത്തിനെ അത്രയും വിപുലീകരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളെ ആയുർവേദത്തിലേക്ക് വരണം. ആയുർവേദം ഇങ്ങനെ വീണ്ടും ലോക പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിനായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ? അതെ. കൂടാതെ എന്ന് വെച്ചാൽ കേരളത്തിൽ കൂടുതൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് ആയുർവേദത്തിനെ തിരക്കി വരുവാണെങ്കിൽ നല്ലൊരു ടൂറിസവും അതേപോലെ നല്ല ഹെൽത്തും കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇങ്ങനെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്, മോഡേൺ സയൻസ് മാത്രമാണ് അല്ലെങ്കിൽ അലോപ്പതിക്ക് മാത്രമാണ് ലോക രാഷ്ട്രങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന അംഗീകാരം കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഒരു കാര്യമുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിന്റെ സത്യം എന്താണ്? അതിന്റെ സത്യം എന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ലോകാരോഗ്യ സംഘടന WHO നമ്മുടെ ആയുർവേദത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ചികിത്സാ രീതികളും നമ്മുടെ മരുന്നുകളും ലോകാരോഗ്യ സംഘടന പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്ത് ലോകത്തിലെ വേൾഡിലെ എല്ലാ രാജ്യത്തിലേക്കും നമുക്ക് ആയുർവേദം എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന മൊത്തത്തിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ആയുർവേദ ട്രീറ്റ്മെന്റിന്? അതെ. അപ്പോ അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്കുള്ളൊരു സംശയമാണ്. അതായത് ഈ ആയുർവേദ മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് മരുന്നുകളും പച്ചമരുന്നുകളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ശരിക്കും ഇപ്പൊ കിട്ടുന്നുണ്ടോ? അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലായിട്ടും ചെടികളെല്ലാം നശിപ്പിച്ച് ഔഷധ സസ്യങ്ങൾ പലർക്കും അറിയില്ല. എല്ലാവരും വെട്ടി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആയുർവേദ ദിനത്തിൽ എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളെല്ലാ ജനങ്ങളും പഠിച്ചിട്ട് അതിനെ സംരക്ഷിക്കണം, നിലനിർത്തണം. നമുക്ക് ഭാവിയിലേക്ക് അത് പുലർത്തിക്കൊണ്ട് പോകണം. ഒക്ടോബർ 29 എന്തുകൊണ്ടാണ് നമ്മളുടെ ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആയുർവേദത്തിന്റെ ദിനം നമ്മൾ ഒക്ടോബർ 29 ആചരിക്കുന്നത് ആയുർവേദത്തിന്റെ ഗോഡ് എന്ന് പറയുന്നത് ധന്വന്തരി ഭഗവാനാണ്. ധന്വന്തരി ഭഗവാൻ ജനിച്ച ദിവസമാണ് ഒക്ടോബർ 29. ഹിന്ദു മിത്തോളജി പ്രകാരം ധന്വന്തരി ഭഗവാനാണ് നമ്മുടെ ഹെൽത്തിന്റെ ബേസ്. നമുക്ക് ആയുർവേദത്തിനെ കുറിച്ച് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം സുശ്രുത മഹർഷിയാണ് ആയുർവേദം കൊണ്ടുവന്നത് എന്നാണ്. അപ്പോ അതിൽ നിന്ന് എത്രത്തോളം ഇന്ന് ആയുർവേദം പുരോഗമിച്ചിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് മോഡേൺ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ പഴയ കാലത്തിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരുന്നത് സുശ്രുത മഹർഷിയും ചരക മഹർഷിയും അവരുടെ എല്ലാ ഡോക്യുമെന്റേഷൻ നമുക്ക് മോഡേൺ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് രോഗികളിൽ പ്രയോഗിച്ച് അതിന്റെ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പം നമുക്ക് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം. ഇപ്പോൾ അലോപ്പതിക് ഡിവിഷൻ മോഡേൺ മെഡിസിൻ അവർ നമുക്ക് എതിരെ പലപ്പോഴും പരാമർശിക്കുന്ന നമുക്ക് ഡോക്യുമെന്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇത് വെറും പേപ്പറിൽ എഴുതിയിരിക്കുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മേഖല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PG ലെവലിൽ ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ നടക്കുന്നുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ഡോക്യുമെന്റ് ചെയ്ത് നമുക്ക് ആയുർവേദത്തിൽ മരുന്ന് കൊടുത്തിട്ടും ട്രീറ്റ്മെന്റ് ചെയ്തും അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് വിടാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ നമ്മളിലേക്ക് വിശ്വാസ്യത വരും. യെസ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് വായ്ത്താരിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ഇത് വായ്മൊഴിയായിട്ട് പറഞ്ഞു കൊടുത്തതാണ്, പണ്ടെങ്കോ ആരോ എന്തൊക്കെയോ കണ്ടുപിടിച്ചു പിന്നീട് അത് ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് കിട്ടിയത്. ഒരുപാട് ടൈം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി മാറിയിട്ടുണ്ട്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആയുർവേദവും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. ആയുർവേദ ദിന സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയുർവേദത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇൻഡെപ്ത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മളുടെ ഡോക്ടർ മനോജ് മോഹന്റെ അടുത്ത് ചോദിക്കാനുള്ളത് കുറച്ചധികം ആയുർവേദത്തിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, കാഞ്ഞിരത്തിന്റെ തൊലി ഉപയോഗിച്ച് വെള്ളം കുടിച്ച് ദമ്പതികൾ വളരെയധികം ഗുരുതര നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഈ കാഞ്ഞിരത്തിന്റെ തൊലി എന്നൊക്കെ പറയുന്നത് ഔഷധത്തിന്റെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ എന്താണ്, ഇതിന്റെയൊക്കെ പുറകിലത്തെ സത്യാവസ്ഥ എന്താണ്? ഈ കാഞ്ഞിരത്തിന്റെ തൊലി നമ്മൾക്കിപ്പോൾ പലപ്പോഴും ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ മരുന്നിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാഞ്ഞിരത്തിന്റെ തൊലി ഉപയോഗിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നത്? കാഞ്ഞിരത്തിന്റെ തൊലി, അതേപോലെ കായ് എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ആയുർവേദത്തിലെ ഒരു പ്രധാന ഔഷധമാണ്, ഒരുവിധം എല്ലാ മരുന്നുകളിലും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈ ദമ്പതികളുടെ കേസ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായപ്പോൾ യൂട്യൂബ് വൈദ്യന്മാരും അതേപോലെ ഫേസ്ബുക്ക് വൈദ്യന്മാരൊക്കെ നിറയെ സജീവമായിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അവർ തനിയെ ചികിത്സിക്കാൻ തുടങ്ങി. ഒരുവിധം എല്ലാവരും ഗൂഗിൾ നോക്കി തനിയെ ചികിത്സകൾ ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിലെ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ ഒരു മെഡിസിൻ എടുത്താൽ അതിനകത്ത് പല പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതൊരു മെഡിസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ കറക്റ്റായ രീതിയിൽ ഇപ്പോൾ കഷായം പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ കഷായം പ്രിപ്പയർ ചെയ്ത് തന്നെ കഴിക്കണം. അതായത് ജ്യൂസ് എടുക്കേണ്ട കേസുകളിൽ മാത്രമേ ജ്യൂസ് എടുക്കാവുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാണ്ട് യൂട്യൂബിൽ പറയുന്നതും ഫേസ്ബുക്കിൽ പറയുന്നതും കേട്ട് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ കോംപ്ലിക്കേഷൻ വരുന്നതും ആയുർവേദത്തിൻ്റെ മുകളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നതും. യെസ്, പലപ്പോഴും ആയുർവേദത്തിലെ ചികിത്സയാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പലരും ലൈവ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടന്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഉറപ്പുവരുത്തുക ഇത് എത്രത്തോളം ശരിയാണെന്ന്. കാര്യം പലപ്പോഴും ആയുർവേദത്തിൽ ഇതൊക്കെ ശരിയാണ്, എല്ലാം തന്നെ ഔഷധമാണ്. അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ മാത്രമാണ് അത് ഔഷധമായിട്ട് മാറുന്നത്. സോ നമ്മളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സാർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫേസ്ബുക്ക് വൈദ്യന്മാര്, വാട്സപ്പിൽ വൈദ്യന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് മിസ്ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആയുർവേദം ഫോളോ ചെയ്യാൻ പറ്റും, എങ്ങനെ അല്ലെങ്കിൽ ഏത് മെഡിസിൻ ആണ് സേഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഗൂഗിൾ നോക്കിയാണ് ഒരുവിധം എല്ലാ രോഗങ്ങളെ പറ്റി ഒരുവിധം എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈദ്യനെ കാണാൻ പോകുമ്പോൾ അവർ രജിസ്ട്രേഡ് ആണോ എന്ന് നമ്മൾ കൃത്യമായി നോക്കേണ്ടതാണ്. TCMC രജിസ്ട്രേഷൻ നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ജനങ്ങളും. അത് എല്ലാ വൈദ്യന്മാരുടെക്കും ഡോക്ടർമാരുടെക്കും എല്ലാം പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ബോർഡിൽ കൃത്യമായിട്ട് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, TCMC രജിസ്ട്രേഷൻ നമ്പർ മെൻഷൻ ചെയ്യണമെന്നുള്ളത് നിയമം തന്നെയാണ്. അത് ഉണ്ടോയെന്ന് നോക്കി അത് കൺഫേം ചെയ്യേണ്ടതാണ്. നമ്മളുടെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് പോകാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വൈദ്യർ അല്ലെങ്കിൽ ഡോക്ടറെ കാണാവുള്ളൂ. പലപ്പോഴും നമ്മളെ നാട്ടുവൈദ്യന്മാരൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുമ്പുറത്തൊക്കെ ഈ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ കല്ലുരുക്കി കഴിക്കണം, നാട്ടുവൈദ്യന്റെ അടുത്ത് പോകണം എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതിന് ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ടാവാറുണ്ട്, ലിവർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു ബിഹൈൻഡുള്ള റീസൺ ഒക്കെ എന്താണ്? ഇപ്പം ആയുർവേദത്തിനെതിരെ വരുന്ന ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിവർ ഡിസീസസ് ആയുർവേദത്തിന്റെ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. കറക്റ്റായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ മരുന്നുകളുണ്ട്, ഈ ലിവർ ഡിസീസ് മാറ്റാനുള്ള മരുന്നുകൾ തന്നെ ഉണ്ട്. പക്ഷേ ഇത് പലപ്പോഴും അറിവില്ലാത്ത ആൾക്കാരിലേക്ക് ചെന്നെത്തുന്നു. ജനങ്ങൾ ചെന്നെത്തി അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് സൈഡ് എഫക്ട്സ് ആയിട്ട് കിഡ്നിക്ക് പ്രശ്നം അതേപോലെ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിനുള്ള അഡ്വൈസ് തന്ന് അതിനുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രധാനമായിട്ടും TCMC രജിസ്ട്രേഷനുള്ള ഡോക്ടർക്ക് തന്നെ പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വൈദ്യന്മാരുടെ അടുത്ത് തന്നെ പോവുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത് പറയാനുള്ളത്. യെസ്, അപ്പൊ എന്തായാലും ഇനി മുതൽ നമ്മളുടെ നാട്ടുവൈദ്യനാണെങ്കിൽ കൂടി TCMCയുടെ രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കുക.
അതുണ്ടെങ്കിൽ മാത്രം അവിടുന്ന് മരുന്ന് കഴിക്കുക. എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജീവിത ക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. പലപ്പോഴും ഇപ്പോൾ എന്താ പറയാ, ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ അസുഖങ്ങളായിട്ടുള്ള ഫാറ്റി ലിവർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1/1 ഫാറ്റി ലിവർ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അതിന് ആയുർവേദത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇതിനകത്ത് എന്താണ് ആയുർവേദത്തിനുള്ള ഒരു പോംവഴി എന്താണ്? ആയുർവേദത്തിന്റെ പ്രാധാന്യം ആയുർവേദം പറയുന്നത് തന്നെ നമ്മുടെ ജീവിതചര്യ കറക്റ്റായിട്ട് കൊണ്ടുപോവുക, ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോവുക. അതിനുശേഷം നമുക്ക് ആരോഗ്യം കറക്റ്റായില്ലെങ്കിൽ മാത്രം മരുന്നുകളിലേക്കും ചികിത്സയിലേക്കും പോകുക എന്നാണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെയാണ് ആരോഗ്യത്തോടെ പോകുക എന്നുള്ളത്. നമ്മുടെ ഡെയിലി റൊട്ടീൻസ്, ദിനചര്യ, ഋതുചര്യ ഇതെല്ലാം ഫോളോ ചെയ്ത് പോവുകയാണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ. ഇപ്പോൾ കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ ഫാറ്റി ലിവർ, പെണ്ണുങ്ങൾക്ക് തന്നെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവറുകളെല്ലാം കണ്ടുവരുന്നുണ്ട്. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഉറക്കം കൃത്യമായിട്ടില്ല, അതേപോലെ രാത്രി കാലങ്ങളിൽ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കലോറി കൂടിയ ആഹാരങ്ങൾ കഴിക്കുക, ജോലി കുറച്ച് ചെയ്യുക, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 2000 മുതൽ 2500 കലോറി വരെ മാത്രം മതി നമുക്കൊരു ദിവസത്തേക്ക്. പക്ഷേ നമ്മുടെ മലയാളികൾ ഒരുപാട് കലോറിയാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കുറച്ച് വെയിറ്റ് കുറച്ച് കൃത്യമായ വ്യായാമം, ഉറക്കം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള അസുഖങ്ങൾ വളരെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. യെസ്, അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയല്ല, ഒരു ജീവിത രീതി തന്നെയാണ്. അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആയുർവേദത്തിലേക്ക് പോകാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പഥ്യം എന്ന് പറയുന്നത്. ഈ പഥ്യം എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴൊക്കെ കൂടുതലായിട്ടുള്ള സമയവും ആയുർവേദത്തിലേക്ക് പോകാത്തത്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? പഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അസുഖത്തിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പം നമുക്ക് ഒരു സ്കിന്നിന് അസുഖമുണ്ടെങ്കിൽ പല ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ അത് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ആ റെസ്ട്രിക്ഷൻസ് പറയുന്നത്. ബാക്കി നമുക്കിപ്പോൾ ആയുർവേദത്തിൽ എവിടെയും പറയുന്നില്ല നമുക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാരക്രമങ്ങൾ കൊണ്ടുവന്നാലേ ആ രോഗത്തെ നമുക്ക് ശമിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് ആ പഥ്യം എന്ന് പറയുന്നത്. ആ ടൈമിലുള്ള പീരീഡിലുള്ള പഥ്യം എടുത്തതിന് ശേഷം നമുക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ആയുർവേദമാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുക ട്രീറ്റ്മെന്റ് ഫലിക്കാനായിട്ട് അല്ലെങ്കിൽ ഫലം കണ്ടു തുടങ്ങാനായിട്ട് ഒരുപാട് കോഴ്സ് എടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് ആയുർവേദം എന്ന് പറയുന്നത് രോഗത്തിനെയല്ല, രോഗത്തിന്റെ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അലോപ്പതിയും ആയുർവേദം തമ്മിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ പറയാറുണ്ട് പനിയൊക്കെ ആയിട്ട് ആയുർവേദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പനി മാറാൻ കുറേ സമയം എടുക്കും, പക്ഷേ പനിയുടെ കാരണം അത് മാറ്റിത്തരും. അലോപ്പതി ആണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ പനി മാറും, പക്ഷേ പനിയുടെ കാരണം അവിടെ തന്നെ കിടക്കുന്നു. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? അത് സത്യമാണോ ശരിക്കും? നമ്മൾ എക്സാമ്പിൾ പനിയെന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ പനി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വരുന്നതാണ് ഈ പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറുകൾ കൂടി വരുന്നു. ഈ നമ്മുടെ ശരീരം ആ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ പോലെ എടുത്ത് നമ്മളതിനെ കഴിച്ച് ടെമ്പറേച്ചറിനെ സബ്സൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ആയുർവേദത്തിൻ്റെ തിങ്കിങ്ങിൽ വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. നമ്മളതിൻ്റെ കാരണത്തെ ചികിത്സിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, സമയമെടുക്കും. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ദഹന വ്യവസ്ഥയെ എല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ അസുഖത്തിലേക്ക് വരുന്നത്. യെസ്, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, പക്ഷേ നമ്മളുടെ എൻറ്റയർ സിസ്റ്റം തന്നെ ഒന്ന് റീബൂട്ട് ആവുന്നതാണ് ആയുർവേദം അല്ലേ? അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിലപ്പെട്ടത് സമയമാണ്, ആരുടെ കയ്യിൽ ഇല്ലാത്തത് സമയമാണ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് ആയുർവേദം ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും. നമ്മൾ ലാബ് ടെസ്റ്റുകളും അതേപോലെ MRI, CT എല്ലാം ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചികിത്സ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് കൂടുതലും ഇപ്പോൾ ചികിത്സിക്കുന്നത്. യെസ്, അപ്പോൾ സാർ ഇപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആയുർവേദ മെഡിസിനൊക്കെ വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, അത് വീടുകളിൽ തന്നെ അരയ്ക്കുന്നു, വീടുകളിൽ തന്നെ ഇത് പറിക്കാനായിട്ട് ആളുകൾ പോകുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണോ അതോ അതിനകത്ത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പലർക്കും ഔഷധ സസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായ ഔഷധ സസ്യം അല്ലാണ്ട് വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ആയുർവേദത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യം നിലനിർത്തി കൊണ്ടുവരിക. അതാണ് മെയിനായിട്ട് ആയുർവേദത്തിന്റെ ഉദ്ദേശം തന്നെ.
നമ്മുടെ ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരിക, അതേപോലെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക. അപ്പോൾ അതിനുള്ള അഡ്വൈസസ് ഡോക്ടേഴ്സിൽ നിന്ന് എടുക്കുക. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യം നോക്കണം, അതേപോലെ തന്നെ മനുഷ്യരുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരണം, അതേപോലെ മൃഗങ്ങളുടെ ആരോഗ്യവും കൊണ്ടുവരണം. അതാണ് ആയുർവേദത്തിന്റെ ഇപ്പോഴും പ്രധാന ലക്ഷ്യം. നമ്മളെ സർക്കാരാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യത്തിനെ നമ്മൾ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് പ്രധാന ലക്ഷ്യം. അതേപോലെ ജനങ്ങളുടെ ആരോഗ്യം അതുപോലെ കൃത്യമായി ഫോളോ ചെയ്യാനുള്ള നമ്മൾ ഡെയിലി റൊട്ടീൻസ്, ദിനചര്യകൾ, വ്യായാമങ്ങൾ, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് മനുഷ്യരുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുവരിക. അതിനാണ് നമ്മൾ ആയുർവേദത്തിൽ കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത്. യെസ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ആയുർവേദ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഒരു സ്ലോഗൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഹർ ഘർ ഹർ ദിൻ ആയുർവേദ, എല്ലാ വീട്ടിലും എല്ലാ ദിനവും ആയുർവേദ. അപ്പൊ അതിന്റെ ഒരു പ്രസക്തി കൂടെ എന്താണ്? ഇപ്പം ഏകാരോഗ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രകൃതിയുടെയും നമ്മുടെ മനുഷ്യന്റെയും അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ജന്തുജാലങ്ങളുടെയും ആരോഗ്യത്തെ നിലനിർത്തി കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ആരോഗ്യവാനായിട്ടിരിക്കുക, അതാണ് ആയുർവേദത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളുടെ ലൗഡ് സ്പീക്കറോടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് പോലെ തന്നെ ഹർ ഘർ ഹർ ദിൻ ആയുർവേദ, എല്ലാ വീട്ടിലും എല്ലാ ദിനവും ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയിലെ ഒരു ജീവിത രീതിയാണ്. നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് നമ്മളുടെ ദിനചര്യകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മളും ശ്രമിക്കുക. നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ ലൗഡ് സ്പീക്കറുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ദിസ് ഇസ് ആജി ജെറി ആൻഡ് ഡോക്ടർ മനോജ് മോഹൻ സൈനിങ് ഓഫ് ഫ്രം ലൗഡ് സ്പീക്കർ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.